നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയുന്നത് നമ്മൾ 2 ദിവസമായിട്ട് വീഡിയോകളൊന്നും ചെയ്തില്ല. വേറൊന്നുമല്ല, കറണ്ടില്ലാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മഴയൊക്കെ പെയ്ത് കാറ്റും മഴയൊക്കെ ആയിട്ട് പോസ്റ്റൊക്കെ ഒടിഞ്ഞ് വീണിട്ട് ഏതാണ്ട് 1.5 ദിവസത്തോളം ഇവിടെ കറണ്ടില്ലായിരുന്നു. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കറണ്ടില്ലാത്ത അവസ്ഥയാണ്. അതിപ്പോഴും അറിയാം. മഴ ഇന്നത്തെ ദിവസം ഒന്ന് കുറഞ്ഞ് നിൽപ്പുണ്ട്. ഇനി ഇങ്ങനെ നിന്ന് പോകുമെന്ന് അറിയത്തില്ല. കണ്ടിന്യൂ മഴ വരാനും സാധ്യതയുണ്ട്. മഴക്കാലമാണല്ലോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിന്ന് വന്നിരിക്കുന്നത് പകർച്ചവ്യാധികളുടെ എണ്ണം. ഇന്ന് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്കനുസരിച്ച് ഏതാണ്ട് വിവിധ തരം പനികൾ 8000 കടന്നു. പനി ബാധിതരുടെ എണ്ണം 8000 കടന്നു എന്നാണ് വന്നിരിക്കുന്ന ഒരു ലിസ്റ്റ്. ഇത് കൂടാനാണ് സാധ്യത കൂടുതലും. അതുകൊണ്ട് നമ്മൾ ജാഗ്രത പാലിക്കുക. നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ കുളിക്കുന്ന വെള്ളം ഒന്ന് ഡെറ്റോളോ അല്ലെങ്കിൽ മാക്സിമം കിണറ്റിൽ ബ്ലീച്ച് ചെയ്യാൻ നോക്കുക. ശുചിത്വമുള്ള നമ്മുടെ വീടും പരിസരമൊക്കെ മാക്സിമം മഴയാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. പനി വന്നാൽ എത്രയും വേഗം ക്ലിനിക്ക് അല്ലെങ്കിൽ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കുക. ആശാ വർക്കർമാരെ കണക്ട് ചെയ്യുക. കാര്യം പകർച്ചവ്യാധികൾ പഴയതുപോലെയല്ല. ഒരു പനി വന്നാൽ നമ്മുടെ കോവിഡൊക്കെ വന്നതിന് ശേഷം, ഈ വാക്സിനൊക്കെ എടുത്തതിന് ശേഷം പനിയൊക്കെ വന്നാൽ മരുന്ന് കഴിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല. ഒരു പനിയൊക്കെ വന്നാൽ കുറഞ്ഞത് 2 ആഴ്ചയൊക്കെ നമ്മളെ തളർത്തി കിടത്തുകയാണ് സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം നമ്മൾ ജാഗ്രത പാലിക്കുക. കുട്ടികളൊക്കെ ഉള്ളവരെ, മുതിർന്നവരൊക്കെ ഉള്ളവരെ, അവരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ളവരൊക്കെ മഴയുടെയൊക്കെ അവസ്ഥ അനുസരിച്ച് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ തിരക്കുക. എല്ലാവരും കാര്യങ്ങൾ പരസ്പരം വിളിച്ച് സംസാരിക്കുക. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ ചെയ്യുക. നമ്മളെക്കൊണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ, ചിലപ്പോൾ നമ്മുടെ ഒരു കോളിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരൊക്കെ കാണും. അല്ലെങ്കിൽ നിസ്സഹായമായിട്ട്, അല്ലെങ്കിൽ ഒരു വഴിയും കാണാതെ കാത്തിരിക്കുന്നവർക്ക് നമ്മുടെ ഒരു കോള് അല്ലെങ്കിൽ നമ്മുടെ ഒരു നേരത്തെ സംസാരം പോലും അവർക്കൊരു തുണയാകും. അതുകൊണ്ട് പരസ്പരം ഈ മഴക്കാലം അതീവ ഗുരുതരമായ മഴ ഇനി അങ്ങോട്ട് വരാൻ കിടക്കുന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നല്ലത് വരട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ഇനി കാണാം. ജയ് ഹിന്ദ്.